ശ്രീ വി ഗോപാലകൃഷ്ണൻ നോക്കൂ, ഈ കോടതി സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ SITക്ക്, അതെന്തുകൊണ്ടാകും എന്നതൊരു ചോദ്യം. മറ്റൊന്ന്, ED ഒരു വശത്തുകൂടി പിടിമുറുക്കുന്നുണ്ട്. അപ്പോൾ ED ആക്റ്റീവ് ആകും മുന്നേ തത്രപ്പാട് കാണിക്കുന്നു SIT. കൃഷ്ണരാജ്, അത് ഞാൻ രണ്ടാമത് പറയാം. ആദ്യം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അനിൽജി പറഞ്ഞതിന് ഞാൻ ഉത്തരം പറയട്ടെ. അനിൽജി പറഞ്ഞത് കറക്റ്റാണ്. ഇത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഇത് തന്ത്രിയെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നത് ആദ്യം മുതൽ പറയുന്നുള്ളൂ. സ്പെഷ്യൽ കമ്മീഷണറെ തന്ത്രി, സ്പെഷ്യൽ കമ്മീഷണർ, പിന്നെ അവിടുത്തെ വിജിലൻസ് SP അന്നത്തെ, ഇവർ മൂന്ന് പേരെയും എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ഈ തന്ത്രിയെക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റി അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണർക്കുണ്ട്. ഈ സ്പെഷ്യൽ കമ്മീഷണർ മാത്രമല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ആളല്ല, അദ്ദേഹമല്ല, ഒരിക്കലുമല്ല. ഈ കൊള്ള നടക്കുന്ന സമയത്തിരുന്ന സ്പെഷ്യൽ കമ്മീഷണർ. പിന്നെ അതിന് മുന്നേ വേറൊരു പ്രമുഖനുണ്ട്. അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട്, അദ്ദേഹം ഇവിടെ വിജിലൻസ് ജഡ്ജായിരുന്നപ്പോഴാണ്, ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തു, വിജിലൻസ് ജഡ്ജായിരുന്നപ്പം അദ്ദേഹം അവിടെ വന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ദിവസം ചാനലിൽ വന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, സ്പെഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടന്നുറങ്ങും, പിന്നെ വന്ന് തൊഴും, തിരിച്ചു പോകും, ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ ആളാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലായി പുള്ളിയും കൂടെ ഇതിനകത്ത് പെടുമെന്ന്. അപ്പോൾ അവരെയൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എല്ലാ ചാനലിലും പറയുന്നുണ്ട്, ദയവേത് SIT ദയവേത് ഇനി ഇവരെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത് നശിപ്പിക്കല്ലേ ഉള്ള എവിഡൻസ്. അത് CBI വന്ന് ക്വസ്റ്റ്യൻ ചെയ്തോളും. നിങ്ങൾ ദയവ് ചെയ്തത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്ന്, അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോഴേ പറയാം, ഒന്നുമില്ല, നത്തിങ്. അത് വൈറ്റ് വാഷ് ചെയ്യും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെ ഈ ചാനലിൽ വന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റി അറസ്റ്റ് ചെയ്തു, മറ്റേ അയാളെ അറസ്റ്റ് ചെയ്തു, ഇയാളെ അറസ്റ്റ് ചെയ്തു, ഇതിനെപ്പറ്റി ദിവസവും നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ട് എന്താ കാര്യം? ഈ നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഏതോ ഒരു മൃഗം എന്തോ കരഞ്ഞു തീർക്കുന്നു. അതേപോലെയാണ് ഞാനും രാധാകൃഷ്ണൻജിയൊക്കെ വന്നിങ്ങനെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് എഫക്റ്റ്? ഒരു എഫക്റ്റും ഇല്ല. ബാർക്കിംഗ് അറ്റ് റോങ് ട്രീ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് മടുത്തു, പ്രത്യേകിച്ച് എനിക്ക് മടുത്തു. ഞാൻ ഇനി ഇവിടെ വരണമെന്ന് തന്നെ ഞാൻ ആലോചിക്കുകയാണ്. ഇനി ആരെയും അറസ്റ്റ് ചെയ്തോട്ടെ, ഇതെല്ലാം ഒരു വിഷി വാഷ് ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ, ഫാർസ് സ്റ്റെപ്സാണ്. ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇതെല്ലാം രക്ഷപ്പെടുത്താനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെൻസ്ഫോർത്ത് ഞാൻ പറയുന്നത്, ഇനി ഞാൻ ഇവിടെ ചർച്ചയിൽ വരണമെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ് സീരിയസ് ആയിട്ട്. ഒന്നുകിൽ ഇത് ആരെങ്കിലും സുപ്രീം കോടതിയിൽ പോകണം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയി അർജൻറ്റായിട്ട് ഇത് CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ NIA ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് പറയണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് പെൻഷൻ പൈസ മാത്രമേ ഉള്ളൂ, എനിക്ക് വക്കീൽ ഫീസ് കൊടുക്കാം. നമുക്ക് വക്കീലിന് അങ്ങേർക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിക്കുള്ള പൈസ, സ്റ്റാമ്പ് പേപ്പറിനുള്ള പൈസയെങ്കിലും ഞാൻ കൊടുക്കണ്ടേ? എൻ്റെ കയ്യിൽ ഇല്ല കൊടുക്കാനായിട്ട്. ആരെങ്കിലും ഉത്തരവാദപ്പെട്ടവർ ഉടനടി ഇതാണ് അതിൻ്റെ സെക്ഷൻ. അതായത് ശബരിമല ഡിവോട്ടി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, അത് ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 32 എന്ന് പറയുമ്പോൾ ബയസ് അറസ്റ്റ്, ടാമ്പറിങ് എവിഡൻസ്, അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സുപ്രീം കോടതി പോകണമെന്നാണ്. അപ്പോൾ ഇത് SLP 136 പ്രകാരം, ആർട്ടിക്കിൾ 136 പ്രകാരം SLPക്ക് പോയിട്ട് ഉടനടി ഇത് CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. നമുക്ക് പോകാമല്ലോ, എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റാണ്. ബീയിങ് എ ഡിവോട്ടഡ് ശബരിമല ഡിവോട്ടി, staunch devotee, I am wounded. I am not trying to question the wisdom of ദേവസ്വം ബെഞ്ച്. ഒരിക്കലുമല്ല. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് അവരാണ് ഇതുവരെയൊക്കെ എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ 1.5 മാസം നീട്ടിക്കൊടുത്തത്, അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടായി, വേദനയുണ്ടായി, അത് കുറച്ച് കടന്നുപോയി. അതുകൊണ്ട് ദാറ്റ് ഇവർ ഈ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ ഇങ്ങനെ വിഷി വാഷ് ടൈപ്പിൽ, ഇപ്പം തന്ത്രിയെ ക്വസ്റ്റ്യൻ, തന്ത്രി പോയി ഹോസ്പിറ്റലിൽ കിടക്കണം, ഇനി അടുത്തത് അമൃത ഹോസ്പിറ്റലിൽ പോകും, അവിടുന്ന് അപ്പോളയിൽ പോകും, അവിടുന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പോകുമായിരിക്കും. അവർക്ക് ആളും അർത്ഥം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് മൊത്തം നശിക്കും. ഈ നമ്മുടെ രാധാകൃഷ്ണൻജി നേരത്തെ സൂചിപ്പിച്ചതല്ലേ, നമ്മുടെ തിരുവട്ടാർ അമ്പലത്തിലെ കൊള്ളയേക്കാളും മോശമാവും ഇത്. അതുകൊണ്ട് ഉടനടി അർജൻറ്റായിട്ട് SLP തന്നെ പോകണം. അണ്ടർ ആർട്ടിക്കിൾ 136 പത്മനാഭസ്വാമി ടെമ്പിളിൽ അങ്ങനെയാണ് സുപ്രീം കോടതി ഇടപെട്ടത്.
പിന്നെ വ്യാപം കേസ് മധ്യപ്രദേശിലെ PSC ഭയങ്കര കൊള്ളയാണ്. PSCയിൽ കാൻഡിഡേറ്റിനെ വെച്ച് എക്സാം എഴുതിച്ചത് അത് വലിയൊരു സ്കാൻഡലായിരുന്നു. അപ്പോൾ അതെല്ലാം പിന്നെ ദിസ് SIT ഫെയിൽസ് ടു അഡ്രസ് ഇന്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഓർ ആംഗിൾസ്. അവർക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ചവിട്ടിപ്പിടിച്ച് അറസ്റ്റ് റിക്കവറി ഇല്ലല്ലോ. എങ്ങനെ റിക്കവർ ചെയ്യും? അപ്പം ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ്. ദേ ഡോണ്ട് ഹാവ് ലോക്കൽ സ്റ്റാൻഡ്, ദേ ഡോണ്ട് ഹാവ് ജൂറിസ്ഡിക്ഷൻ. അർജൻറ്റായിട്ട് ഇത് ആരെങ്കിലും പോണ്ടേ സുപ്രീം കോടതിയിൽ? എന്നാലല്ലേ സുപ്രീം കോടതി അല്ലേ ഉള്ളൂ. പിന്നെ അവിടെ ഇരിക്കുന്ന നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ഹൈലി അപ്രൈറ്റ് ആയിട്ടുള്ള ലേണഡ് സുപ്രീം കോടതി ജഡ്ജാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്, സൂര്യകാന്ത് സാർ. അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ കൊണ്ടുപോകാൻ നോക്കണം. അത് ഏത് അർദ്ധരാത്രിയിലും ഞങ്ങളുടെ സുപ്രീം കോടതി തുറന്നു കിടക്കും, സാധുക്കൾക്ക് വന്ന് ഇവിടെ പരാതി തരാം എന്ന് ഡിസിഷൻ കൊണ്ടുവന്ന ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മുമ്പ് പോകണം. ഈ SITയുടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യം അത് കാണുമ്പോൾ മനസ്സിലാവും അവരൊക്കെ എത്ര നാളുകൊണ്ട് ജഡ്ജായിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വേദനിക്കുന്നു, പ്രൊഫൗണ്ട്ലി ഇഞ്ചേർഡ് ഡിവോട്ടീസ്. എന്തുകൊണ്ട്? ഇത് ഉടനടി CBI NIA അന്വേഷിക്കണം. ഇതിങ്ങനെ ചവിട്ടി പിടിച്ച് നീട്ടി ഇതിനെ മൊത്തം നശിപ്പിക്കുകയാണ്.